വീഡിയോന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് പേർക്ക് join ആയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ Yes. വഴിയെ വന്നോളും. ഗ്രേഡ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് മോണ്ടസറി ഫിലോസഫിയിൽ പറഞ്ഞിട്ടുള്ള കാര്യം സോഷ്യലൈസേഷൻ സൗണ്ട് സ്റ്റക്ക് ആവുണ്ടല്ലോ. അല്ലേ? കേൾക്കുന്നില്ലല്ലോ. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് മിസ് അല്ലല്ല അവിടെ സ്റ്റക്ക്. നിന്ന് കേൾക്കുന്നില്ല. വോയിസ് ബ്രേക്ക് ആണ് മിസ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് ടെക്സ്റ്റ് ഇപ്പൊ ഓഡിബിൾ അല്ലേ? ആ ഓക്കെ. ഓക്കെ, വൈഫൈ കണക്ട് ചെയ്തില്ലായിരുന്നു അതാ. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പേജ് നമ്പർ 10ഉം 11 മുകൾ ഭാഗത്ത് കേട്ടോ, ടെക്സ്റ്റ് ബുക്കിന്റെ ടോപ്പിലുള്ള നമ്പർ നോക്കിയിട്ട് 10ഉം 11 ഒന്ന് ഗ്രൂപ്പിലേക്ക് ഫോട്ടോ എടുത്ത് ഇട്ട് കൊടുക്കുക. നമുക്ക് 19 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ബാക്കി 5 ഏരിയയിലും നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സോറി, നമുക്ക് സോറി കേട്ടോ, ഞാൻ ഫസ്റ്റ് ബാച്ചിന്റെ ക്ലാസ് ആണെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. നമുക്ക് മാത്സ് അല്ലേ ഇനി പറയാനുള്ളത്. എന്നിട്ട് എന്താ നിങ്ങൾ റീപ്ലൈ തരാണ്ടിരുന്നത്? ടെക്സ്റ്റ് ബുക്കിന്റെ ആണെന്ന് വിചാരിച്ചു. ഞങ്ങള് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് പിന്നെ വീണ്ടും എടുക്കാന്ന് വിചാരിച്ചു. അല്ല അല്ല അല്ല, ടെക്സ്റ്റ് ബുക്ക് അത് ഇതിലെ ഈ ടെക്സ്റ്റ് വേറെ, ടെക്സ്റ്റ് വേറെ. നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് അല്ല ഈ ടെക്സ്റ്റ് കേട്ടാ. ആ നമുക്ക് ഈ മാത്തമാറ്റിക്കൽ ഏരിയയിൽ ഉള്ള ഭാഗമാണ് പറയാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞ ഏരിയ ഭാഗം ഏതാണെന്ന് പറയൂ. ഡിവിഷൻ. പറഞ്ഞോളൂ. സിസ്റ്റത്തിനകത്ത് ഡിവിഷൻ. ക്ലിയർ അല്ല. ഡെസിമൽ സിസ്റ്റത്തിനകത്ത് ഡിവിഷൻ. ഡെസിമൽ സിസ്റ്റം ഓപ്പറേഷനിൽ നമ്മൾ ഡിവിഷൻ കൂടെ പറഞ്ഞു നിർത്തിയതല്ലേ? ആ അതെ. അതെ. നെക്സ്റ്റ് ഇനി നമുക്ക് പറയാനുള്ളത് നമ്മൾ ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇപ്പൊ സ്മോൾ നമ്പർ റൂട്ട്സ് ആണ് ഇനി പറയുന്നത്. ഇത് റെക്കോർഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കറിയാം കുട്ടികൾ എങ്ങനെ ഇതുവരെ എഴുതാൻ ഇതുവരെ എഴുതിയിട്ടില്ലല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ലേ? പക്ഷെ നമുക്ക് നോർമലി നമ്മൾ എന്ത് ചെയ്യണം? എഴുത്ത് നമ്മൾ നേരത്തെ തന്നെ പരിശീലിപ്പിക്കണം. ഐ മീൻ ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയിലെ ഇവിടെ നമ്മൾ പക്ക മോണ്ടസറി മെത്തേഡ് ആണെങ്കിൽ പോലും CBSE ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മെത്തേഡിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് ഇൻട്രൊഡക്ഷൻ ടു ന്യൂമറൽസ് 1 to 10 നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ആ 1 to 10 പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ 1 to 10 എഴുതാനും നമ്പർ നെയിം എഴുതാൻ, കാരണം ലാംഗ്വേജ് ഏകദേശം ബ്ലൂ സ്കീം കഴിഞ്ഞ കുട്ടികളായിരിക്കും. പിങ്കും ബ്ലൂവും നമുക്ക് LKGയിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് നമുക്ക് ഇതിന്റെ കൂടെ പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്പർ നെയിംസ് എഴുതിപ്പിക്കാം. 1, 2, 3 ഒക്കെ നമുക്ക് എഴുതിപ്പിച്ച് അവരെ കൊണ്ട് റീഡ് ചെയ്യിപ്പിക്കാം. അപ്പോൾ അത് വൺസും ടെൻസും ഹൺഡ്രഡ്സും തൗസൻഡ്സും പിന്നെ ഡെസിമൽ സിസ്റ്റം ആണ്. പക്ഷെ അതിന് നമ്മൾ അത്രയും ഫോക്കസ് ചെയ്യേണ്ട. ദെൻ നെക്സ്റ്റ് വരുന്ന ലിനിയർ കൗണ്ടിങ് ഉണ്ട്, 11 to 99 വരെ വരുന്നത്. ഏകദേശം 11 to 30 വരെ 1 to 30 വരെ നമ്മൾ KG തന്നെ കൊടുക്കുന്നുണ്ട്. നമ്പർ നെയിംസ് ഏകദേശം ഒരു 15 വരെയാണ് LKGയിൽ കൊടുക്കുന്നത്.
15 അബോവ് ആണ് UKG നമ്മൾ മാറ്റുന്നത്. 15 അബോവ്. അപ്പോൾ ഇവിടെ ലീനിയർ കൗണ്ടിങ്ങിൽ 11 to 99 വരെയാണ് ലീനിയർ കൗണ്ടിങ് വരുന്നത്. അപ്പോൾ ലീനിയർ കൗണ്ടിങ്ങിൽ നമ്പർ എഴുതിക്കുക. കൂടെ നമ്മൾ നമ്പർ നെയിംസ് എഴുതാൻ ഏകദേശം ഒരു 50-55 വരെയൊക്കെ എഴുതാൻ പഠിപ്പിച്ചാലും ബാക്കി നമ്മൾ നന്നായിട്ട് പറയാൻ പഠിപ്പിക്കണം. ഓറലി നന്നായിട്ട് കൊടുക്കണം. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഡെസിമൽ സിസ്റ്റം ഓപ്പറേഷൻസ് ആണ്. ഡെസിമൽ സിസ്റ്റം ഓപ്പറേഷൻസ് നോർമലി കുട്ടികളെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഐഡിയാസ് ആണ്. അതിൽ നമ്മൾ സ്മോൾ നമ്പർ റൂട്ട്സ്, ലാർജ് നമ്പർ കാർഡ്സും സ്മോൾ നമ്പർ കാർഡ്സും യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വരുന്നതാണ് സ്മോൾ നമ്പർ റോഡ്സ്. ഇപ്പൊ നമ്മൾ ലാർജ് നമ്പർ റോഡ് കണ്ടില്ലേ, 1 to 10 വരെ പഠിപ്പിക്കാൻ നമ്മൾ യൂസ് ചെയ്ത നമ്പർ റോഡ്സ്. റെഡ് 10 സെന്റിമീറ്റർ, ബ്ലൂ 10 സെന്റിമീറ്റർ, വീണ്ടും റെഡ് 10 സെന്റിമീറ്റർ, അങ്ങനെ 1 ആവുമ്പോൾ റെഡ് മാത്രം 10 സെന്റിമീറ്റർ. ഫസ്റ്റ് നമ്മൾ കണ്ടില്ലേ നമ്പർ റോഡ്സ്. നമ്പർ റോഡ്സിന് 4 പ്രസന്റേഷൻ നമ്മൾ ആക്ടിവിറ്റി പറഞ്ഞതാണ്. ഇനി അതിന്റെ സ്മോൾ വേർഷൻ ചെറിയതായിട്ട്, ഐ മീൻ 1 സെന്റിമീറ്റർ, 1 ഇഞ്ച് കണക്കിനാണ് എടുക്കുന്നത്. 1 ഇഞ്ച്, 2 ഇഞ്ച്, 3 ഇഞ്ച്, 4 ഇഞ്ച്, അങ്ങനെ 10 ഇഞ്ച് വരെയാണ് നമ്പർ റോഡ്സ് പോകുന്നത്. പിന്നെ അതിന്റെ ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് സ്മോൾ നമ്പർ റോഡ്സ് വരുന്നത്. ഓരോ ഇഞ്ച് കണക്കാക്കിയിട്ടാണ് നമ്മൾ 1 to 10 വരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ താഴെ കണ്ടില്ലേ, ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് വരുന്നത് 1, then 2, 3, 4, 5, 6, 7, 8, 9. ഇവിടെ 9 റോഡ്സ് ആണുള്ളത്. 10 റോഡ് ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യിക്കുകയാണ്, കുഞ്ഞിനെ കൊണ്ട് കൗണ്ട് ചെയ്യിക്കുകയാണ്. അത് നമ്മൾ 10 റോഡ് കൗണ്ട് ചെയ്യിക്കുക. എന്നിട്ട് 10 റോഡിന്റെ കൂടെ ഒരു 9 റോഡ് വയ്ക്കുക. കാണുന്നില്ലേ? കാണാം. 10 റോഡിന്റെ കൂടെ 9 റോഡ് വെച്ചിട്ട് 10, അതായത് 10ാമത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ. അപ്പോൾ 9 കഴിഞ്ഞ് അവിടെ 10 വരണമെങ്കിൽ അവിടെ ഒരു മിസ്സിംഗ് ഉണ്ട് അല്ലേ? ആ ഒരു പോയിന്റ് ഔട്ട് ചെയ്യാണത്. ഇവിടെ നമ്മൾ മിസ്സിംഗ് ഉണ്ട് 9, 9ാമത്തെ റോഡ്. അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യാണ്. 1 ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? 9 add 1 we get 10. അഡീഷൻ തന്നെയാണ്. നേരത്തെ അഡീഷൻ നമ്മൾ പഠിച്ചത് ഡെസിമൽ സിസ്റ്റം ഓപ്പറേഷൻസിലാണ്. ഇത് 4 സംഖ്യയാണ്. ഇവിടെ നമ്മൾ ഒറ്റ സംഖ്യ വെച്ചിട്ടാണ് പഠിക്കുന്നത്. 9 add 1. ഈ 1 എന്നുള്ള റോഡ് നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട്, ഇവിടെ ഉണ്ടോ, ഇവിടുത്തെ 1 എടുത്തു. ആ 1 റോഡ് എടുത്തിട്ട് ആ 1 റോഡിനെ നമ്മൾ എവിടെ ആഡ് ചെയ്യുന്നു? ഈ 10 അവിടെ മിസ്സിംഗ് കാണിച്ചില്ലേ കഴിഞ്ഞ ഫോട്ടോയില്? കാണിച്ചില്ല ഇവിടെ. ഈ ഒരു മിസ്സിംഗ് പോർഷനിൽ നമ്മൾ ഈ ഒരു 1 റോഡ് ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 10. അവിടെ ഒരു 9 + 1 = 10 എന്ന് നമ്മൾ നോർമലി മാത്തമാറ്റിക്സിന്റെ രീതിയിലേക്ക് തന്നെ കുഞ്ഞുങ്ങളെ എത്തിക്കുകയാണ്. ഇതേ രീതിയിൽ നമ്മൾ 8th റോഡ് എടുത്തു. 8ാമത്തെ റോഡ് എടുത്തിട്ട് നമ്മൾ 8 വരെ കൗണ്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ 9, 10 മിസ്സിംഗ് ആണ്. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യണം? 2ാമത്തെ റോഡ് എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 8 + 2 = 10. Then
7 പ്ലസ് 3 ഈക്വൽ 10. 6 പ്ലസ് 4 ഈക്വൽ 10. അങ്ങനെ 1 വരെയുള്ള ഒരു കൺസെപ്റ്റ്, 10 to 1 വരെ ഒരു കൺസെപ്റ്റ് നമ്മൾ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുക, കുഞ്ഞിനെ കൊണ്ട് എല്ലാ അഡീഷനും പഠിപ്പിക്കുക. ഈ സ്മോൾ നമ്പർ റോഡ്സിൽ അഡീഷനും സബ്ട്രാക്ഷനും മാത്രമാണ് പഠിപ്പിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നമ്മൾ ഇതിൽ പഠിപ്പിക്കുന്നില്ല സ്മോൾ നമ്പർ റോഡ്സിൽ കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. അഡീഷനും സബ്ട്രാക്ഷനും കൂട്ടാനും കുറയ്ക്കാനും മാത്രമാണ് സ്മോൾ നമ്പർ റോഡ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. ഇനി നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്തു. ഇനി നമ്മളിവിടെ ചെയ്യുന്നത് കുറയ്ക്കാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ 10 റോഡ് കൗണ്ട് ചെയ്യുന്നുണ്ട്. 10 റോഡ് നമ്മൾ ഇതും കൂടെ വെച്ചിട്ടാണ് കൗണ്ട് ചെയ്യണത്. ഐ മീൻ താഴേക്ക് മാറ്റി വെച്ച ഒന്നില്ലേ, അതും കൂടെ നേരെ വെച്ചിട്ടാണ് 10 എന്ന് കൗണ്ട് ചെയ്യിക്കുന്നത് കുഞ്ഞിനെ കൊണ്ട്. 1 2 3 എന്നുള്ള ഈ റോഡ്സിൽ ഫിംഗർ വെച്ചിട്ട് ട്രേസ് ചെയ്തിട്ടാണ് കുഞ്ഞ് കൗണ്ട് ചെയ്യുക. അപ്പോൾ അവിടെ 9 പിന്നെ 10 ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 10 റോഡ്സിൽ നമ്മൾ ഒന്നെടുത്തിട്ട് താഴേക്ക് ഡൗൺ ചെയ്യാണ്, അത് താഴേക്ക് മാറ്റുകയാണ്. എന്നിട്ട് കുഞ്ഞിനോട് റോഡ് കൗണ്ട് ചെയ്യാൻ പറയുമ്പം 9. യെസ് ബേബി, 10 മൈനസ് 1 ഈക്വൽ 9. 10 മൈനസ് 1 ഈക്വൽ 9. ഇനി ഇതേ സ്ഥലത്ത് നമ്മൾ 10നെ കൊണ്ട് തന്നെയാണ് മൈനസ് ചെയ്യുന്നത്. 10ൽ നിന്നും 2നെ മൈനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 8th റോഡ് എടുക്കുക. എന്നിട്ട് 2 സ്മോൾ നമ്പർ റോഡ്സിൽ രണ്ടാമത്തെ റോഡ് ഒരുമിച്ച് വെച്ചിട്ട് 8 എന്ന് കൗണ്ട് ചെയ്യുക. ടീച്ചറാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, കുഞ്ഞല്ല. കുഞ്ഞ് മാത്രം ചെയ്യുന്ന ആക്ടിവിറ്റി അല്ല, ടീച്ചറാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അവിടെ കുഞ്ഞിനെ കൊണ്ട് കൃത്യമായിട്ട് 8 മൈനസ് 2 എന്ന് വരുമ്പോൾ 8ഉം 2ഉം സെപ്പറേറ്റ് എടുക്കണം, എന്നിട്ട് ഒരുമിച്ച് വെക്കുക. Adding together, then we remove 2, we get, please count this road എന്ന് നമ്മൾ കുഞ്ഞിനോട് പറയാം. അപ്പൊ കുഞ്ഞ് ആ റോഡ് കൗണ്ട് ചെയ്യും. 1 2 3 4 5 6 7 8. 8 ഉള്ളൂ. 10 മൈനസ് 2 ഈക്വൽ 8. കുഞ്ഞ് അഡീഷൻ ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പഠിക്കുകയാണ്. ഇവിടെ ചേഞ്ചിങ് ഗെയിം ഇല്ല കേട്ടോ. ഇനി ഇതിപ്പോ നമ്മൾ സിമ്പിൾസ് ഒന്നും വെച്ചിട്ടില്ല. നെക്സ്റ്റ് വരുന്നത് സിമ്പിൾസ് വെച്ചിട്ടുള്ളതാണ്. അഡീഷനും അഡീഷൻ്റെ ആണ് ഫസ്റ്റ് വരുന്നത്. ഇത് അഡീഷൻ കണ്ടില്ലേ? അഡീഷന്റെ സിമ്പലും ഈക്വൽ സിമ്പലും നമ്മൾ സൈന് വെച്ചിട്ടുണ്ട്. ഇവിടെ സൈൻ വെക്കുമ്പോൾ ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ ചെറിയൊരു കാർഡിന്റെ പീസ് കണ്ടോ? സീരീസ് കാർഡ് എന്നാണ് ഇതിന്റെ പേര്. റെഡ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, വൈറ്റ് പീസ് കട്ട് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന നമ്പേഴ്സ് എഴുതണം. ഇവിടെ 8 മൈനസ് 1 അല്ലെങ്കിൽ 8 മൈനസ് 2, സോറി അഡീഷൻ ആണല്ലോ. 4 പ്ലസ് 2, ദെൻ 5 പ്ലസ് 3. ഇങ്ങനെ കാർഡ്സ് മേക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാർഡിൽ ഉള്ള സംഖ്യ നമ്മൾ എന്തെടുക്കണം? റോഡ്സ് ആയിട്ട് എടുക്കണം. ഇവിടെ 1 2 3 4, ദെൻ പ്ലസ് 2. 4 പ്ലസ് 2 ഈക്വൽ 8. എവിടെ എഴുതണം 8? ഈ സീരീസ് കാർഡിലാണ് 8 എന്ന് എഴുതേണ്ടത്. ചെയ്യുന്ന ആക്ടിവിറ്റി എങ്ങനെയാണ്? നമ്പർ റോഡ്സിൽ നിന്ന് 4നെയും 2നെയും എടുത്തിട്ട് അഡീഷൻ സിമ്പിൾ വെച്ചിട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം ഈക്വൽ സിമ്പിൾ വെച്ചിട്ട് നമുക്കതിൻ്റെ ആൻസർ എഴുതാം. ആൻസർ ഇവിടെ അല്ല എഴുതേണ്ടത്, ഈ സീരീസ് കാർഡിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. എന്നിട്ട് ഈ സീരീസ് കാർഡിൽ നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട, അതായത് ടീച്ചർ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക മാത്രം. കുഞ്ഞാണ് തനിയെല്ലാം ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ തെറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ഇവിടെ ഒരു കൺട്രോൾ കാർഡ് ഇത് ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ്, കമഴ്ത്തി വെച്ചേക്കാണ്. അതിൻ്റെ ഉള്ളിൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള ആൻസർ ഉണ്ട്. അപ്പൊ അത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ കാർഡ് കമഴ്ത്തി വെക്കുന്നത്. ഇവിടെ അഡീഷൻ ആണ് കാണിച്ചു തന്നത്. ഇവിടെ അഡീഷൻ ചെയ്യുമ്പോൾ തന്നെ ഇതിന് ക്യാപ്ഷൻ കൊടുത്ത് തെറ്റിയിട്ടുണ്ട് കേട്ടോ. സബ്ട്രാക്ഷൻ വിത്ത് നമ്പർ റൂട്ട്സ് ആണ് കൊടുത്തത്. സബ്ട്രാക്ഷൻ അല്ല, അഡീഷൻ ആണ്. ദെൻ 4 ആഡ് 3. ദെൻ ഒരുമിച്ച് വെക്കുക, ഒരുമിച്ച് വെച്ച് കൗണ്ട് ചെയ്യുക, ഒരുമിച്ച് വെച്ചിട്ട് കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6. ആൻസർ ഇസ് 6. അത് നമ്മൾ ഈ കാർഡിൽ എഴുതിക്കുക. ഇവിടെ കണ്ടോ, ഇത് അഡീഷൻ ആണ്. അഡീഷൻ ആകുമ്പോഴാണ് നമ്മൾ ഒരുമിച്ച് വെക്കുക. ദെൻ ആൻസർ കാർഡിൽ എഴുതുക. ഇനി വരുന്നത് സബ്ട്രാക്ഷൻ ആണ്. സബ്ട്രാക്ഷനിൽ അഡീഷൻ എന്നാ കൊടുത്ത ക്യാപ്ഷൻ കേട്ടോ, ശ്രദ്ധിക്കണേ. സബ്ട്രാക്ഷനിൽ നമ്മൾ 2 സംഖ്യയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 4 - 2 ഈ കാർഡിലെ നമ്പേഴ്സ് ഇവിടെ നമ്മൾ പറഞ്ഞുതരാം. 3 7 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് 4-നെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. പക്ഷെ 3 - 4 എന്നുള്ളത് ചെറിയൊരു ഫോട്ടോയിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 4 - 3 ആണ് വരേണ്ടിയിരുന്നത്. 4 - 3 അങ്ങനെ ആവുമ്പോഴാണ് കറക്റ്റ് ആൻസർ കിട്ടുക. അപ്പൊ ഇവിടെ 3 വന്നില്ലേ ഈ ഫോട്ടോയില്? ഈ 3 വന്ന സ്ഥാനത്ത് ഈ 4 എന്ന റോഡാണ് വരേണ്ടിയിരുന്നത്. കാരണം 3-ൽ നിന്ന് 4 പോവില്ലല്ലോ. 4-ൽ നിന്നല്ലേ 3 പോകുന്നുള്ളൂ. Then സിക്സ് -2 ലാസ്റ്റ് സംഖ്യ കണ്ടില്ലേ? 7 - 4 കാണുന്നുണ്ടോ? 7 - 4 7 ആണ് നമ്മളിവിടെ മേക്ക് ചെയ്തേക്കണത്. 1 2 3 4 5 6 7. 7 - 4. 7-ൽ നിന്നും ആരാണ് റിമൂവ് ചെയ്തത്? 4-നെയാണ് റിമൂവ് ചെയ്തത്. അതെ, 4-നെ റിമൂവ് ചെയ്തിട്ട് ബാക്കി വന്ന സംഖ്യ എത്ര? 7 - 4. ആ, ബാക്കി വന്ന സംഖ്യ എത്രയാ? 3. ആൻസർ ഇസ് 3 എന്നുള്ളത് ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുക. 7 ആണ് ക്വസ്റ്റ്യൻ. 7 - 3 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗോൾഡൻ ഡെസിമൽ സിസ്റ്റം ഓപ്പറേഷൻസിൽ ഗോൾഡൻ ബീഡ് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഗോൾഡൻ ബീഡിന്റെ ആക്ടിവിറ്റീസിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്? അത് റിമൂവ് ചെയ്യായിരുന്നു. 7 ബീഡ്സ് എടുത്തിട്ട് അതിൽ നിന്ന് 4 ബീഡ്സ് റിമൂവ് ചെയ്യുമ്പോൾ ബാലൻസ് എത്രയാണ്? 3. അതായിരുന്നു നമ്മൾ ഗോൾഡൻ ബീഡ്സ് ഓപ്പറേഷനിൽ ചെയ്തത്. ഇവിടെ നമ്മൾ 7 എന്നുള്ള സ്മോൾ നമ്പറോട് എടുത്തിട്ട് 4-നെ നമ്മൾ റിമൂവ് ചെയ്യാണ്. എന്നിട്ട് അത് കൗണ്ട് ചെയ്തിട്ട് ആൻസർ എഴുതുക. ഇതാണ് ആൻസർ എഴുതുന്നത്, അതിന്റെ കൺട്രോൾ കാർഡ്. ആൻസർ എഴുതിയിട്ട് കൺട്രോൾ കാർഡ് കുഞ്ഞിന്റെ റൈറ്റ് സൈഡിൽ ഉണ്ടായിരിക്കും. ഇതിലുള്ള ഫോട്ടോയിലുള്ള അതേ രീതിയിൽ തന്നെ ആയിരിക്കും കൺട്രോൾ കാർഡ് വെക്കുക. അതിന് നമ്മൾ പറയുന്ന പേരാണ് സീരീസ് കാർഡ്. സീരീസ് കാർഡ് 1 2 3 3 തരത്തിലുണ്ട്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇങ്ങനെയാണ് വരുന്നത്.
ഇനി നമുക്ക് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് സ്നേക്ക് ഗെയിം. സ്നേക്ക് ഗെയിമിൽ 2 സെറ്റ് ഓഫ് ഷോർട്ട് ബീഡ്സ്. ഷോർട്ട് ബീഡ്സ് നിങ്ങൾ കണ്ടില്ലേ? കറക്റ്റ് ആയിട്ട് കുറച്ച് വലിയ മുത്തുകൾ ഇതേ കളറിൽ കിട്ടുകയാണെങ്കിൽ ഷോർട്ട് ബീഡും അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബീഡും നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ചെയ്യാം. എന്നിട്ട് അത് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ 2 സെറ്റ് ഓഫ് ഷോർട്ട് ബീഡ്, ദെൻ വേറൊരു സാധനം ഉണ്ട് ഇവിടെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബീഡ്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള കൺസെപ്റ്റിൽ 5 വരെ എല്ലാം ബ്ലാക്ക് ആണ്. 1 to 5 വരെ. 6ന്റെ അവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് ബ്ലാക്കും വൈറ്റും വരുന്നത്. 6ൽ 5 ബ്ലാക്ക് ഉണ്ടായിരിക്കും, ഒരു വൈറ്റ്. 7ൽ 5 ബ്ലാക്ക് 2 വൈറ്റ്. 8ൽ 5 ബ്ലാക്ക് 3 വൈറ്റ്. 9ൽ 5 ബ്ലാക്ക് 4 വൈറ്റ്. പിന്നീട് ഒരു കൗണ്ടർ ഉണ്ട്. ദെൻ 9 ഗോൾഡൻ ബീഡ്സ്. 9 ഗോൾഡൻ ബീഡ് ബാർ ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബീഡ്, ദെൻ 2 സെറ്റ് ഓഫ് ഷോർട്ട് ബീഡ്. നമ്മൾ ഫസ്റ്റ് ഷോർട്ട് ബീഡിനെ ഒരു സ്നേക്ക് പാറ്റേണിൽ വെക്കുകയാണ്. 2 സെറ്റ് ഓഫ് ഷോർട്ട് ബീഡ് നമ്മൾ സീക്വൻസ് ആയിട്ട് തന്നെയാണ്. I mean 1 2 3 4 5 6 7 8 9. പിന്നെ രണ്ടാമത്തെ ഷോർട്ട് ബീഡ് സ്റ്റാർട്ട് ചെയ്യാണ്. 1 2 3 4 5 6 7 ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഓരോന്നും കൗണ്ട് ചെയ്യാം. ഇവിടെ കൗണ്ട് ചെയ്യുന്ന കണ്ടില്ലേ ഈ ഫോട്ടോയില്? 1 2 3 4 5 6 7 8 9 10. അപ്പോൾ 10 എന്നുള്ള കൺസെപ്റ്റിലേക്ക് 10 ഈ കൗണ്ടർ വെച്ചിട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. 10 എത്തുമ്പോൾ നമ്മൾ ഈ ഷോർട്ട് ബീഡ് മാറ്റുക. ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് ഒരു 4 ഷോർട്ട് ബീഡ് റിമൂവ് ചെയ്താൽ നമുക്ക് കറക്റ്റ് 10 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4 ഷോർട്ട് ബീഡിനെ നമുക്ക് പുട്ട് ബാക്ക് ചെയ്യാം, തിരിച്ചു വെക്കാം. എടുത്തതേ സ്ഥാനത്ത് തന്നെ മാറ്റിലാണെങ്കിൽ മാറ്റിൽ തിരിച്ചു വെക്കാം. നെക്സ്റ്റ് നമ്മൾ നേരത്തെ ഇപ്പോൾ 10 കൺസെപ്റ്റ് പറഞ്ഞു. 10 വരെ എഴുതിയിട്ട് ഇൻ കേസ് ഫസ്റ്റ് ഇത് നമുക്ക് ഓക്കെ ആണ്, 10 വരെ ഉള്ളൂ. പക്ഷെ സെക്കൻഡ് നമുക്ക് 10-ലധികം ഉണ്ട്. ഇവിടെ ഇപ്പോൾ 1 2 3 നാലാമത്തെ പാറ്റേൺ ആണ്. നാലാമത്തെ 10 ബീഡ് ബാർ വെച്ചിട്ടുള്ള പാറ്റേൺ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ 40 വരെ 30 വരെ ഇവിടെ കൗണ്ട് ചെയ്തു. ഇവിടെ നമ്മളെ 30 വരെ കൗണ്ട് ചെയ്തിട്ട് അവിടുന്ന് അങ്ങോട്ടുള്ള സീക്വൻസ് ആയിട്ട് വരുമ്പോൾ 30 വെച്ചതിന് ശേഷം 6ാമത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബീഡാണ് ഇവിടെ ഉള്ളത്. ഈ 6ാമത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബീഡ് എങ്ങനെയാ വന്നതെന്നും അറിയാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കൃത്യമായിട്ട്. നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു ഷോർട്ട് ബീഡിൽ ഇപ്പോൾ 30ാമത്തെ വന്ന സമയത്ത് ഇപ്പോൾ കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 8 9 10 യെല്ലോ വരെ മഞ്ഞ ഫുള്ളായിട്ട് റിമൂവ് ചെയ്തു. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് 5 മുതലാണ് അല്ലേ, 5 6 11 വരും. അപ്പോൾ അവിടെ ഒരു ഷോർട്ട് ബീഡ് ബാലൻസ് വരുമ്പം ആ ബാലൻസ് വരുന്ന ഷോർട്ട് ബീഡ് നമ്മൾ ഏതിൽ നിന്ന് എടുക്കണം? ഇതിൽ നിന്ന് എടുത്തിട്ട് അവിടെ പ്ലേസ് ചെയ്യണം, അവിടെ വെക്കണം. അവിടെ ഉള്ള 9ാമത്തെ ഷോർട്ട് ബീഡിലാണ് നമുക്ക് 9 വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ ആ ഷോർട്ട് ബീഡ് അവിടെ വെച്ചിട്ട് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബീഡ്, ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബീഡിലുള്ള ബീഡ്സ് നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും കൂടെ ആകെ കൂടെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഇപ്പോഴത്തെ നമ്മൾ എത്രാമത്തെ വെച്ചത്? 6ാമത്തെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബീഡ് വെച്ചത്. 3ാമത്തെ ബീഡ് കഴിഞ്ഞ് 4ാമത്തെ ബീഡാണ് കൗണ്ട് ചെയ്യുന്നത്. ഇവിടെ 6 ഷോർട്ട് ബീഡ് ഉണ്ട്, കൂടാതെ 9 ഫസ്റ്റ് റോയില്
ഷോർട്ട് ബീഡ് ഉണ്ട്. 6ഉം ഇവിടെ നമുക്ക് 5 ഷോർട്ട് ബീഡ് ആവശ്യമുള്ളൂ. ബാക്കി 6 എണ്ണം വീട്ടിലുണ്ട് എന്ന് ഇവിടെ നമുക്ക് 6ാമത്തെ ഷോർട്ട് ബീഡ് വെച്ചു. ഈ 6ാമത്തെ ഷോർട്ട് ബീഡിൽ ഇവിടെ നമുക്ക് 9ാമത്തെ ഷോർട്ട് ബീഡാണ് വരുന്നത്. 6 കഴിഞ്ഞു, 7, 8, 9, 10. 4 എണ്ണമാണ് ഇവിടെ ആവശ്യമുള്ളത്. ബാക്കി ബാലൻസ് എത്രയുണ്ട്? 1, 2, 3, 4, 5. ഇവിടെ നമ്മൾ പിന്നെ ഈ 5 എന്നുള്ള ബ്ലാക്ക് ബീഡില്ലേ, അത് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യാണ്. ഈ പ്ലേസ് ചെയ്യണ 10 എന്നുള്ള കൺസെപ്റ്റ് വരുമ്പോഴെല്ലാം ഇവിടെ നിന്ന് നമ്മൾ ഈ ഗോൾഡൻ ബീഡിൽ നിന്ന് ഓരോ 10 ബീഡ് ബാറും നമ്മൾ മാറ്റിൽ സ്നേക്ക് പാറ്റേണിൽ വെച്ച് കൊടുക്കുക. 2 സ്നേക്ക് പാറ്റേണിൽ തന്നെയാണ് നമ്മൾ വെക്കുന്നത്. ഒരു സ്നേക്ക് ഗെയിം എന്നാണ് ഇതിന്റെ പേര്. ഈ സ്നേക്ക് ഗെയിമിൽ നമുക്ക് റിമൈൻഡർ വരികയാണ്. 1 എന്നുള്ളതിനേക്കാളും അപ്പുറത്തേക്ക് 1ഉം 2ഉം 3ഉം 4ഉം 9 വരെ നമുക്ക് ഏതും റിമൈൻഡർ വരാം എന്നൊരു കൺസെപ്റ്റ് കൂടിയാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ കണ്ടില്ലേ, ഫുള്ളായിട്ട് യെല്ലോ 10 ബീഡ് ബാർ അവിടെ വെച്ചിട്ടുണ്ട്. ഗോൾഡൻ ബീഡ് ബാർ 2 സെറ്റ് ഷോർട്ട് ബീഡും തിരിച്ച് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റി. കറക്റ്റായിട്ട് 45 ബീഡ്സ് ആണ് ഒരു ഷോർട്ട് ബീഡ് സ്റ്റെയറിലുള്ളത്. അപ്പോൾ 45 + 45 90. അതുകൊണ്ടാണ് 9 10 ബീഡ് ബാർ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിന് ഡൗട്ട് ഉണ്ടോ? ഹലോ മിസ്, ഈ മൾട്ടി കളർ ബിഗ് ബാർ കൊണ്ട് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഈ ഷോർട്ട് ബി ബാർ അതിൽ മൾട്ടി കളർ കൊടുക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ് ഈ ക്വസ്റ്റ്യൻ. 11 to 19 11 to 19 നമ്മൾ പഠിപ്പിച്ചത് എങ്ങനെയാണ്? ഒരു 10 ബീഡ് ബാറും ദെൻ അതിൽ 11 ആണെങ്കിൽ 1ാമത്തെ ഷോർട്ട് ബീഡ്, 12 ആണെങ്കിൽ 2ാമത്തെ ഷോർട്ട് ബീഡ്, അങ്ങനെ 11 to 9 1 to 9 ആണ് ഈ ഒരു ഷോർട്ട് ബീഡ് സ്റ്റെയറിലുള്ളത്. 1 to 9 ഒരേ കളറാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അതേസമയം ഇപ്പം ഒരേ കളർ പറഞ്ഞപ്പോൾ 10ൽ നമ്മൾ ഒരേ കളറാണ്. 10 ബീഡ് ബാർ ആകുമ്പോൾ സെയിം ഗോൾഡൻ കളറാണ്. അതിന് എല്ലാം ഒരേ പാറ്റേൺ, കാരണം 10 ആണ് എല്ലാം. പക്ഷെ ഇവിടെ ഒരേ കൺസെപ്റ്റ് അല്ല. 1, 2, 3, 4, 5, 6, 7, 8, 9 ഇങ്ങനെ 1 to 9 വരെ ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് നമ്പേഴ്സിന് നമ്മൾ കളർ വെച്ചിട്ട് കുട്ടികൾക്ക് റെപ്രസെൻ്റ് ചെയ്യാണ്. ഇവിടെ മോണ്ടസറി മെറ്റീരിയൽസിൽ കോമൺ പാറ്റേൺ ആണിത്. ഓൾമോസ്റ്റ് 1 to 9 വരെ മെറ്റീരിയൽ എല്ലാം ഇതേ കളറാണ്. അപ്പം അത് ഇന്റർനാഷണലി ആയിട്ട് നമുക്ക് എവിടെ പോവുകയാണെങ്കിലും ശരി 11 to 19, ദെൻ 11 to 99, ദെൻ 101 to 999 ഒക്കെ പഠിപ്പിക്കാൻ നമുക്ക് ഈ ഷോർട്ട് ബീഡ് സെറ്റും 10 ബീഡ് ബാർ അതുപോലെ 100 ബീഡ് ബാർ ഒക്കെയാണ് യൂസ് ചെയ്യുക. ഈ ഷോർട്ട് ബീഡാണ് 1 to 9 എന്നുള്ള കൺസെപ്റ്റ് കൊടുക്കുന്നത്. ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, ഇത് ഓക്കെ അല്ലേ? കുറച്ചൊക്കെ കൺഫ്യൂഷൻ ചോദിച്ചോളൂ. സ്നേക്ക് ബാർ വെച്ചത് അതിന്റെ പറഞ്ഞത് കറക്റ്റ് ക്ലിയർ ആയില്ല. സ്നേക്ക് ഗെയിം, ഗെയിമിന്റെ സ്നേക്ക് ഗെയിമിന്റെ അതിന്റെ എന്റെ സംസാരം കുറച്ചൊന്ന് പാളിപ്പോയിട്ടുണ്ട് അല്ലേ? ഇവിടെ മനസ്സിലാക്കാൻ പറ്റില്ല മാം, പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ നമ്മള് മെറ്റീരിയൽസ് ആണ്. 2 സെറ്റ് ഓഫ് ഷോർട്ട് ബീഡ്, 1 സെറ്റ് ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബീഡ്, എ കൗണ്ടർ, ദെൻ 9 10 ബീഡ് ബാർ. ഓക്കെ,
ഈ 2 സെറ്റ് ഓഫ് ഷോർട്ട് ബീറ്റ് ബാറിനെ നമ്മൾ ഒരു സ്നേക്ക് പാറ്റേണിൽ വെക്കുകയാണ്. ജസ്റ്റ് ഒരു സ്നേക്ക് പാറ്റേൺ. ഈ സ്നേക്ക് പാറ്റേണിൽ വെച്ചതിനെ നമ്മൾ കൗണ്ട് ചെയ്യുക. 10 വരെ കൗണ്ട്, എല്ലാം 10 എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് കൊണ്ടുവരാം. 1 to 10. ഫസ്റ്റ് 1 to 10 വരുമ്പോൾ നമുക്കവിടെ റിമൈൻഡർ വരുന്നില്ല. കാരണം എന്താണ്? 4ാമത്തെ ബീറ്റിലോട്ട് വരുമ്പോൾ 10 ആവും. അതിനെ നമ്മൾ നേരത്തെ ഷോർട്ട് ബീഡ് വെച്ച അതേ രീതിയിൽ തന്നെ നമ്മൾ പ്ലേസ് ചെയ്യണം, തിരിച്ച് റിമൂവ് ചെയ്യുമ്പോൾ. പക്ഷേ 2ാമത്തെ 10 വരുമ്പോൾ നമുക്ക് 1 റിമൈൻഡർ ഉണ്ട്, 1 റിമൈൻഡർ. 3ാമത്തെ പാറ്റേണിലോട്ട് വരുമ്പോൾ നമുക്ക് 9 10 ഏകദേശം 7 റിമൈൻഡർ വരുന്നുണ്ട്. 7 വരെ 7 ബീഡ് നമുക്ക് റിമൈൻഡർ വരുന്നുണ്ട്. ദെൻ പിന്നീട് 7ഉം 9ഉം ആണ് വരുന്നത് ഫസ്റ്റ് ഷോർട്ട് ബീഡിൽ. ഈ 7 റിമൈൻഡർ, ഇപ്പൊ 7 റിമൈൻഡർ, ഇതിന് നമുക്ക് 8 എന്നുള്ള ഒരു നമ്പർ അല്ലേ, ഐ മീൻ ഷോർട്ട് ബീഡ്, 8ാമത്തെ ഷോർട്ട് ബീഡ് ആണ്. ഈ 8ാമത്തെ ഷോർട്ട് ബീഡിൽ 1 ആണ് നമ്മൾ കൗണ്ട് ചെയ്തത്, ബാക്കി 7 ഉണ്ട്. ഇൻ കേസ് അതിൻ്റെ ഇടക്ക് കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ ഒന്ന് മാറിക്കഴിഞ്ഞാൽ വീണ്ടും ആ 8 കൗണ്ട് ചെയ്യില്ലേ, അതിന് പകരമാണ് നമ്മൾ ഈ ഒരു റിമൈൻഡർ കൺസെപ്റ്റ് വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ 7 എടുത്തിട്ട് അവിടെ പ്ലേസ് ചെയ്യും. അപ്പൊ അവിടെ ഈ 7 എന്നുള്ള കൺസെപ്റ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ 7 ആണ് നമ്മൾ സീക്വൻസ് ആയിട്ട് കൗണ്ട് ചെയ്ത് പോകുന്നത്. ഇനി ഈ ഒരു പാറ്റേൺ, ഐ മീൻ ഈ ഒരു സ്നേക്ക് ഗെയിം അല്ലാതെ മറ്റു രീതിയിലും ഇതിനെ ചെയ്യാം. നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ നമുക്ക് ഈ ഷോർട്ട് ബീഡിൽ വരുന്നുണ്ട്. ഇത് നമ്മൾ കൃത്യമായിട്ട് റിമൈൻഡർ വരുന്ന രീതിയിൽ, ശിഷ്ടം വരുന്ന രീതിയിലാണ് കൗണ്ട് ചെയ്ത് പോകുന്നത്. 10 എന്നൊരു കൺസെപ്റ്റ്, 10 വരുമ്പോൾ 10 ബീഡ് ബാർ വെക്കുക, അടുത്ത 10 വരുമ്പോൾ അടുത്ത 10 ബീഡ് ബാർ, റിമൈൻഡർ ആവുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പൊ ഇവിടെ ഈ ഒരു പാറ്റേണിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 9ാമത്തെ ഷോർട്ട് ബീഡ് ആണ് ഇവിടെ ഉള്ളത്. ദെൻ റിമൈൻഡർ എത്രയാണ്? 6 ആണ്. 6ഉം 9ഉം, ഐ മീൻ റിമൈൻഡർ 6 ആണ് എന്ന് പറയാൻ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബീഡ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതേസമയം ഇവിടെ 8ാമത്തെ ഷോർട്ട് ബീഡ് നമ്മൾ വെച്ചിട്ട് റിമൈൻഡർ 6 എന്നൊരു കൺസെപ്റ്റ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും ചെയ്യുമ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് ഒന്നും കൂടെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. കാരണം അവിടെ 8 അല്ലേ ഉള്ളത്, പിന്നെ എങ്ങനെ 6 ആവുക എന്ന് ചോദിക്കും. പക്ഷെ ആ 8നെ നമ്മൾ റിമൂവ് ചെയ്തു. 8നെ നമ്മൾ എവിടേക്ക് വെച്ചു? തിരിച്ച് സ്റ്റെയറിലോട്ട് തന്നെ വെച്ചു. ഇവിടെ നമ്മൾ റിമൈൻഡർ ആണ് വെച്ചിരിക്കുന്നത്. ഒരു റിമൈൻഡർ കൺസെപ്റ്റ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബീഡ്. ബാലൻസ് എന്താണോ വരുന്നത് അതിനെ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബീഡിൽ ചെയ്യാണ്. ഇത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ നമുക്ക് ഇതുകൊണ്ട് ചെയ്യാം. എങ്ങനെയാണ്? നമ്മളിപ്പോൾ ശിഷ്ടം വരില്ലേ, അഡീഷൻ ചെയ്യുമ്പോൾ നമുക്ക് 10ലേറെ സംഖ്യ വന്നു. 10ലേറെ സംഖ്യ വരുമ്പോൾ നമ്മൾ ആ 10 മാറ്റി വെച്ചിട്ട് ബാലൻസ് എന്താക്കും? അടുത്തതിലോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആരെ യൂസ് ചെയ്യും? ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബീഡിനെ യൂസ് ചെയ്താൽ മതി. പക്ഷെ അത്രയും കൺഫ്യൂസ്ഡ് ആവണ്ട, നിങ്ങൾ ഈ ഒരു സ്നേക്ക് പാറ്റേൺ മാത്രം പഠിച്ചു വെക്കുക. ഇതിന്റെ ഇന്നൊരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ, പറ്റിയ നാളെ ഞാൻ ഇതിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് ക്ലാസ്സിൽ നിന്ന് വിട്ടുതരാം കേട്ടോ. ഇനി ഇത് നമുക്ക് അവിടെ വയ്ക്കാം. നാളെ ഞാൻ വീഡിയോ മാക്സിമം എടുത്ത് വിടാൻ ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ അഡീഷൻ ചെയ്യാണ്. അഡീഷൻ ചെയ്യുമ്പോൾ സീരീസ് കാർഡ് ഉണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ കൊടുത്ത കാർഡ് ഉണ്ട്, ആൻസർ എഴുതിയ കൺട്രോൾ കാർഡ് നമ്മൾ കമഴ്ത്തി വെച്ചേക്കാണ് ആൻസർ കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ. ഇപ്പൊ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ കൊടുത്തത്
3 ആഡ് 1 ആണ്. അപ്പൊ 2 സെറ്റ് ഓഫ് ഷോർട്ട് ബീഡ് വേണം അഡീഷൻ. 2 സെറ്റാണ് വേണ്ടത്. 2 സെറ്റ് എന്തിനാണ്? 2 നമ്പറാണ് നമ്മൾ കൊടുക്കുന്നത്. 2 നമ്പർ സെയിം സ്റ്റെയർ തന്നെ എടുത്തൂടെ എന്ന് ചോദിച്ചാൽ ആ ഒരു കൺസെപ്റ്റ് നമ്മളിവിടെ കൊടുക്കാൻ പാടില്ല. കാരണം 5 ആഡ് 5 വരെ, അല്ലെങ്കിൽ 3 ആഡ് 3, 4 ആഡ് 4 ഒക്കെ വരുമ്പോൾ നമുക്ക് 2 സെറ്റ് വേണ്ടേ? ഒരു സെറ്റ് പോരാ. 2 സംഖ്യകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് 18 വരെ കൊടുക്കാം. 18ന്റെ മുകളിലോട്ട്, ഐ മീൻ 9 ആഡ് 9 വരെ കൊടുക്കാം. അതിന്റെ മുകളിലോട്ട് കൊടുക്കാൻ പാടില്ല. 9 ആഡ് 8 കൊടുക്കാം. 9 ആഡ് 9 വരെ നമുക്ക് കൊടുക്കാം. അപ്പൊ ഇവിടെ 3 ആഡ് 1, 3 ആഡ് 1, 3 ഏതിൽ നിന്ന് എടുത്തു? ഫസ്റ്റ് 3 ആണ്. 3 ഫസ്റ്റ് സ്റ്റെയറിൽ നിന്ന് എടുത്തു, 1 സെക്കൻഡ് സ്റ്റെയറിൽ നിന്ന് എടുത്തു. എന്നിട്ട് കുഞ്ഞിനോട് പറയാം, ബേബി കൗണ്ട് ഇറ്റ് ടുഗദർ. ഒരുമിച്ച് കൗണ്ട് ചെയ്യിക്കുക. കുട്ടി കൗണ്ട് ചെയ്യും. 1 2 3 4. യെസ് ബേബി, പ്ലീസ് റെക്കോർഡ് ദിസ് ആൻസർ. കുഞ്ഞിനോട് ആൻസർ റെക്കോർഡ് ചെയ്യാൻ പറയും. എന്നിട്ട് ആൻസർ ഇവിടെ എഴുതുക. ഇവിടെ 3 ക്വസ്റ്റ്യൻ ആണ് ഒരു കുട്ടിക്കുള്ളത്. ഇതേ രീതിയിൽ നമ്മൾ ഓരോ കുട്ടിക്കും 3 ക്വസ്റ്റ്യൻ വീതം മേക്ക് ചെയ്യണം. അപ്പം 3 ക്വസ്റ്റ്യന് ഒരു കുഞ്ഞിനെ കൊണ്ട് ചെയ്യിക്കുക, അതിന്റെ ആൻസർ എഴുതുക. കറക്റ്റ്, അതിന് കറക്റ്റ് ആണോ തെറ്റാണോ, റോങ് ആണോ റൈറ്റ് ആണോ എന്നുള്ളത് നമ്മൾ കൺട്രോൾ കാർഡ് മാത്രമാണ് കാണിച്ചു കൊടുക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നില്ല. അവരോട് ചെക്ക് ചെയ്യാൻ പറയും ആൻസർ. ദെൻ ഇവിടെ അഡീഷന്റെ ആൻസർ എഴുതാൻ. നെക്സ്റ്റ് വരുന്നത് സബ്ട്രാക്ഷൻ ആണ്. ഇപ്പൊ സബ്ട്രാക്ഷനിൽ നിങ്ങൾക്ക് കാണാം ഒരൊറ്റ സെറ്റ് ഷോർട്ട് ബീഡ് സ്റ്റെയറേ ഉള്ളൂ. നേരത്തെ അഡീഷനിൽ നമ്മൾ 2 സെറ്റാണ് വെച്ചത്. പക്ഷേ ഇവിടെ സബ്ട്രാക്ഷനിൽ ഒരു സെറ്റാണ് വെച്ചിട്ടുള്ളത്, ഒരൊറ്റ സെറ്റ്. കാരണം എന്താണ്? നമ്മൾ 9 താഴെ 9 വരെയുള്ള സംഖ്യകളാണ് കൊടുക്കുന്നത്. 9ൽ നിന്നാണ് നമ്മൾ 9 വരെയുള്ള, ഐ മീൻ 1 സബ്ട്രാക്ട് ചെയ്യാതെ നമുക്ക് 0 ആണ് വരിക. പക്ഷെ 1 നമ്മൾ ആഡ് ചെയ്യണ്ട. അവിടെ നിന്ന് അങ്ങോട്ട് 2 സബ്ട്രാക്ട് 1, ആൻസർ 1 അല്ലേ? അതേ രീതിയിൽ നമുക്ക് 2 to 9 വരെ നമുക്ക് ഫസ്റ്റ് നമ്പറായിട്ട് കൊടുക്കാം. അതിൽ നിന്ന് നമുക്ക് ആഡ് ചെയ്യാൻ കൊടുക്കാം. ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്? ഇവിടെ 6 എന്ന ഷോർട്ട് ബീഡ് ആണ് എടുത്തിട്ടുള്ളത്. 6 മൈനസ് 7 മൈനസ് 5. 7 മൈനസ് 5 എന്നുള്ളത് 5നെ എന്ത് വെച്ചിട്ടാണ് ഹൈഡ് ചെയ്തത്? നമ്മുടെ ഫിംഗർ വെച്ചിട്ടാണ് ഹൈഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി നമ്പേഴ്സ് എത്ര ഉണ്ട്? 1 2. 7 മൈനസ് 5 ഈക്വൽ 2 എന്ന് നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യണം? സീരീസ് കാർഡ്. ഇവിടെ കൊടുത്ത സീരീസ് കാർഡിൽ റെക്കോർഡ് ചെയ്യാം. സബ്ട്രാക്ഷൻ ഹൈഡ് ചെയ്യാണ്. 9 മൈനസ് 8 അല്ല 9 മൈനസ് 5 ആണെങ്കിൽ 5നെ ഹൈഡ് ചെയ്യുക. 8 മൈനസ് 3 ആണെങ്കിൽ 3നെ ഹൈഡ് ചെയ്യുക. എന്നിട്ട് ബാക്കി കൗണ്ട് ചെയ്തിട്ട് ആൻസർ എഴുതാൻ പറയുക. ഓക്കെ, അഡീഷനും സബ്ട്രാക്ഷനുമായി. ഇനി വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷന് ഇവിടെ നമ്മൾ 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ 4 സെറ്റ് ഓഫ് ഷോർട്ട് ബീഡ് വേണം. ബീഡ് ബാങ്ക്സ് ആണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷന് യൂസ് ചെയ്യുക. ബീഡ് ബാങ്ക് എന്ന് വെച്ചാൽ 1 മുതൽ 9 വരെയുള്ള ബീഡ്സ് 10 എണ്ണം വീതം ഉണ്ടായിരിക്കും. ഈ ഷോർട്ട് ബീഡ് 10 എണ്ണം വീതം. 10 എണ്ണമുള്ള ഈ ഷോർട്ട് ബീഡിന്റെ ബോക്സിൽ ഓരോന്നിലും 10 ഉണ്ടായിരിക്കും. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്കറിയാം 1 to 10 വരെയാണ്. 1ന്റെ മൾട്ടിപ്ലിക്കേഷൻ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ അതേ സംഖ്യയെ നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്.
ഇവിടെ 4 എന്നുള്ള കൺസെപ്റ്റ്, 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പം 4ന്റെ മൾട്ടിപ്ലിക്കേഷന്റെ ട്രെയിനിങ് ആണ് നമ്മളിവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇവിടെ 4 1 into 4 4 1 2 into 4, then count it together 8, 3 into 4 count it together 12, 4 into 4 count it together 4. അങ്ങനെ നമ്മൾ കൊടുക്കുകയാണ്. 4 into 4 അല്ലെങ്കിൽ 4 into 7, 4 into 9, 4 into 8, എന്ത് നമുക്ക് ഇവിടെ കൊടുക്കാം. 4 ആയിരിക്കണം നമുക്ക് മൾട്ടിപ്ലയർ വരേണ്ടത്. അതുകൊണ്ടാണ് 4 സെറ്റ് എന്നുള്ളത് മാത്രം എടുത്തു വെച്ചത്. 10 എണ്ണം വേണമെങ്കിൽ, അതായത് 4ന്റെ മൊത്തം 1 to 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലോ 1 to 10 വരെയുള്ള ബീഡ്സും നമ്മൾ റെഡിയാക്കണം. അതിനാണ് ബീഡ് ബാങ്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, ഗുഡ്. ഇനി വരുന്നത് ബോർഡ് എക്സസൈസ് ആണ്. ബോർഡ് എക്സസൈസിൽ ബോർഡ്സ് വെച്ചിട്ട്, ഇപ്പൊ നമ്മളിപ്പം ഇവിടെ ഷോർട്ട് പീഡ് വെച്ച് ചെയ്തില്ലേ, അത് നമ്മൾ ബോർഡ് വെച്ച് ചെയ്യാണ്. ചെക്സ് ഉള്ള ബോർഡാണ് ഇത്. അഡീഷൻ ബോർഡാണ്. അഡീഷൻ ബോർഡ് ആകുമ്പോൾ 1 to 10 വരെ റെഡ് കളർ ആയിരിക്കും. 10 ആഫ്റ്റർ ഒരു ലൈൻ ഉണ്ടായിരിക്കും. 11 to 18 വരെ ബ്ലൂ കളർ നമ്പേഴ്സ് ആയിരിക്കും. ഇവിടെയും നമ്മൾ കാർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അഡീഷന് റെഡ്, സബ്ട്രാക്ഷന് ബ്ലൂ, മൾട്ടിപ്ലിക്കേഷന് യെല്ലോ. ഇങ്ങനെയാണ് നമ്മൾ കാർഡ്സ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കുട്ടികൾക്ക് അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ ഇത്തരം ആക്ടിവിറ്റീസ് ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് 1 to 9 വരെയുള്ള സ്കെയിലുകൾ ഒരു ഭാഗത്തുണ്ട്. ദെൻ ബോർഡ് ഉണ്ട്. ഈ ഭാഗത്ത് നമുക്ക് കൺട്രോൾ കാർഡ് ഉണ്ട്. അതുപോലെ 1 to 9 വരെയുള്ള സ്കെയിലുണ്ട്. ഈ സ്കെയിലിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഓരോ നമ്പേഴ്സിനും ചെക്സ് ഉണ്ട്, കള്ളികളുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ബ്ലൂ എന്നുള്ള ഈ സ്കെയിലിന് കള്ളികളില്ല, ലൈൻസ് ഒന്നുമില്ല, പ്ലെയിൻ ആണ്. അതിന്റെ റീസൺ എന്താന്നുള്ളത് പറഞ്ഞില്ല. 4 add 1 എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതിൽ ക്വസ്റ്റ്യനിലെ 4 ഫസ്റ്റ് നമ്പർ ഏതാണോ അതിന് നമ്മൾ ബ്ലൂ കളർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. 4 add 1 ആണ്. 4 add 1, അടുത്ത റോഡിൽ നിന്ന് 1 എടുത്തിട്ട് നമ്മൾ എവിടെ വെച്ചു? സ്കെയിലിന്റെ മുകളിൽ വെച്ചു. നോർമലി നമ്മൾ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ മുകളിൽ 5 ആണ്, കാരണം നമ്മൾ പഠിച്ചതാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് അറിയാത്ത, പഠിക്കാത്തൊരു കുട്ടിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. ഇവിടെ 4ന് ശേഷം 1 വെച്ചിട്ടുണ്ട്. ഈ 1 അല്ല, ഒരു 5 ആണ് വെച്ചതെന്നുണ്ടെങ്കിലും എന്തായിരിക്കും? 4 add 5. ആ 5 എന്ന സ്കെയിലില് കള്ളികൾ ഉണ്ടായിരിക്കും. 4 ആഫ്റ്റർ 5 6 7 8 9 10 സോറി 9. 4 add 5 ആണെങ്കിൽ 9 ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ റെഡ് എന്നുള്ള ആ സ്കെയിലില് കള്ളികള് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്പേഴ്സിനെ കൗണ്ട് ചെയ്യാം. 4 വരെ കുഞ്ഞിനറിയാം. ദെൻ 4 ആഫ്റ്റർ, ഇവിടെ 1 അല്ല, 4 ആഫ്റ്റർ 5 ആണ്. ദെൻ കുഞ്ഞെന്ത് ചെയ്യും? ആൻസർ റെക്കോർഡ് ചെയ്യാണ്. 4 add 1 equal 5. നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. 4 add 9. 4 add 9. 4 after 5 6 7 8 9 10
11, 12, 13. ആൻസർ ഇസ് 13. അവിടെ ആൻസർ റെക്കോർഡ് ചെയ്യാം. ഈ കള്ളികൾ ഉണ്ടല്ലേ, ഈ കള്ളികൾ ഇങ്ങനെ ഓരോന്നും കൗണ്ട്. ഇപ്പൊ ഇൻ കേസ് ഈ ഒരു 4 എന്ന സ്കെയിലിന്റെ അതേ രീതിയിലാണ് 9 കൊടുത്തതെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കള്ളി കൗണ്ട് ചെയ്യാൻ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഇവിടെ ലൈൻസ് ഇല്ലല്ലോ എന്ന് പറയും. അപ്പൊ നമുക്ക് ലൈൻസിന്റെ ഉള്ളിൽ വെച്ചിട്ട് കൗണ്ട് ചെയ്യാൻ പറയുമ്പോൾ കുഞ്ഞുങ്ങൾ കൃത്യമായിട്ട് കൗണ്ട് ചെയ്തിട്ട് ആൻസർ പറയും. ആൻസർ റെക്കോർഡ് ചെയ്യാം. ഇനി നമ്മൾ വരുന്നത് ഫാമിലി ഗെയിം ആണ്. നമ്പർ ഫാമിലി ഗെയിം. നമ്പർ ഫാമിലിയിൽ ഇപ്പോൾ 10 വരെ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ 9 വരെയാണ് നമുക്ക് റോഡ്സ് ഉള്ളത്. 1 to 9 വരെ. അതിൽ 1 to 9 വരെ ബ്ലൂ ഫസ്റ്റ് വെക്കുക, ദെൻ റെഡ് സെക്കൻഡ് വെക്കുക. അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ LKG UKG പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, 1ന്റെ ഫ്രണ്ട് 9, 8ന്റെ ഫ്രണ്ട് 2, 3ന്റെ ഫ്രണ്ട് 7, 4ന്റെ ഫ്രണ്ട് 6, 5ന്റെ ഫ്രണ്ട് 5. 10 കൺസെപ്റ്റ് ആണ്. ഇങ്ങനെ 10 വരെ ലാസ്റ്റ് ബ്ലൂ കളറിൽ 9ന്റെ ഫ്രണ്ട് 1 ആകുന്നത് വരെ കൃത്യമായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ വെപ്പിക്കുക. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു സ്ക്വയർ പാറ്റേൺ അവിടെ കിട്ടും. അതോടൊപ്പം തന്നെ 10 എന്നൊരു കൺസെപ്റ്റ് കുഞ്ഞുങ്ങൾ വളരെ തറോ ആയിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. ഇനി വരുന്ന സബ്ട്രാക്ഷൻ ആണ്. സബ്ട്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്കൊരു എക്സ്ട്രാ സ്കെയിലും കൂടിയുണ്ട്. ഗ്രേ കളർ, ബ്ലൂവും റെഡും കൂടാതെ ഒരു ഗ്രേ കളർ സ്കെയിൽ ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ബ്ലൂ കളറാണ് കാർഡിന്റെ നിറം. ടേബിൾ സം കാർഡ് എന്നാണ് ഇതിന് പറയാം. ഈ ഒരു ഗ്രേ കളർ സ്കെയില് 1 to 18 വരെയാണ് നമുക്കിവിടെ സംഖ്യകൾ എഴുതി. ഇപ്പൊ ഈ ബോർഡ് ശ്രദ്ധിക്കുക കേട്ടോ. നേരത്തെ ബോർഡ് റെഡില് 1 to 10 വരെ ഫസ്റ്റും ദെൻ 11 to 18 വരെ ബ്ലൂയിലുമാണ് കണ്ടത്. പക്ഷെ ഇവിടുത്തെ ബോർഡ്, ഇത് ഈ സബ്ട്രാക്ഷൻ ബോർഡ് 1 to 9 വരെ ബ്ലൂ കളറിലും ദെൻ 10 to 18 വരെ റെഡ് കളറിലുമാണ് ഉള്ളത്. അതിന്റെ മുകളിൽ ഗ്രേ കളറിൽ കുറച്ച് സ്കെയിലുകളുണ്ട്. എന്തിനാണ് ഈ സ്കെയിലുകൾ എന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ 8 - 4 ആണ്. 8 - 4. അപ്പൊ 8നെ നമ്മൾ എങ്ങനെ മേക്ക് ചെയ്യണം? 8 എന്നുള്ള ഒറ്റ സംഖ്യയായിട്ട് നമ്മൾ സ്കെയിൽ എടുക്കാൻ പാടില്ല. 8 - 4 ആണ്. അപ്പൊ 4 അവിടെ വേണം. സോറി, 6 - 4 അല്ലേ. 6 - 4 ആവുമ്പോൾ 4 അവിടെ വേണം. ബാലൻസ് എന്ത് വേണം? 2, 6 - 6, 6 - 4. 6 - 4 ബാലൻസ് എന്ത് വേണം? നമുക്ക് 2 അവിടെ ഉണ്ട് താനും. ഇവിടെ നമ്മൾ ഈ 6 ഇവിടെ കാർഡിൽ കണ്ടില്ലേ, 6 - 2 എന്നൊരു ആക്ടിവിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. 4 എന്നുള്ള സംഭവം നമ്മൾ അവിടെ എന്ത് വെക്കുന്നില്ല, ഫസ്റ്റേ വെക്കുന്നില്ല, 2ഉം വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 6 എന്ന സംഭവമല്ലേ, ഈ 6 വരെയുള്ള സംഖ്യയുടെ അപ്പുറത്തേക്കുള്ള സംഖ്യ, ഇവിടെ 6 വരെയുള്ള സംഖ്യ അവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഒരു സ്കെയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. 18 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യാണ്? ഹൈഡ് ചെയ്യാണ്, മറച്ചു വെക്കാണ്. എന്തിനാണ്? കുഞ്ഞുങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കുക. അപ്പൊ ഇവിടെ 6 മാത്രമേ ഉള്ളൂ. ഇനി അവിടെ പ്ലേസ് ചെയ്യുന്നത് എന്താണ്? 2. 6 - 2 ആണ്. 2 പ്ലേസ് ചെയ്തു. ഇപ്പൊ ഇവിടെ സ്കെയിലുകൾ, ഇപ്പൊ ഈ റെഡ് സ്കെയിലില്ലേ, ഈ റെഡ് സ്കെയിൽ ചിലപ്പോൾ ആദ്യം കുഞ്ഞെടുക്കുക 6 എണ്ണായിരിക്കും. അപ്പൊ 6 എടുക്കുമ്പോൾ ഈ ഗ്യാപ്പിൽ ഫിൽ ആവുമോ? ഇല്ല. വീണ്ടും അത് മാറ്റിയെടുക്കണം. ടീച്ചേഴ്സ് കാണിച്ചു കൊടുക്കും.
ഗ്യാപ്പ് ഫില്ലാവാത്തത്. അപ്പോൾ കറക്റ്റ് ഗ്യാപ്പിലോട്ട് എത്തുന്ന രീതിയിൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ. ദെൻ പ്ലീസ് റെക്കോർഡ് ദിസ് ആൻസർ. 6 മൈനസ് 2 ഈക്വൽ 4 എന്ന് കുഞ്ഞ് കൗണ്ട് ചെയ്യും. 1 2 3 4. ചെറിയ കുഞ്ഞു മക്കളെ ഈ ഒരു നമ്പേഴ്സിലോട്ടൊന്നും നോക്കില്ല, അവർക്ക് ഷോർട്ട് കട്ട് അറിയില്ലല്ലോ. ഇവിടെ ആൻസർ റെക്കോർഡ് ചെയ്യുക. 6 അല്ലാത്ത ബാക്കി എല്ലാ സംഖ്യകളും, ഏതാണോ സംഖ്യ തരുന്നത് അതല്ലാത്ത എല്ലാ സംഖ്യകളും ഹൈഡ് ചെയ്യണം. ഈ ഗ്രേ സ്കെയിൽ വെച്ചിട്ട് ഹൈഡ് ചെയ്യണം. ഇനി വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ബോർഡാണ്. മൾട്ടിപ്ലിക്കേഷൻ ബോർഡിൽ ഒരു റെഡ് ഡോട്ട് ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് ഉണ്ട്. ദെൻ 1 to 10 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. അതിന് താഴെ 10 കുഴികളുണ്ട്, ചെറിയ ചെറിയ കുഴികളുണ്ട്. എന്തിനാണ് നോക്കാം. ഇവിടെ നമ്മൾ 3 എന്ന കൺസെപ്റ്റാണ്, 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ആ റെഡ് കുഴിയിലേക്ക് നമ്മളൊരു കിറ്റിൽസിനെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പം 3 into 1 എന്ന് പറയുമ്പോൾ ഈ കിറ്റിൽസ് എടുത്തിട്ട് 1ന്റെ മുകളിലോട്ട് വെക്കാം. എന്നിട്ട് 3 ബീഡ് അവിടെ വെക്കുക. 3 into 2 ആകുമ്പോൾ കിറ്റിൽസ് എടുത്ത് 2ന്റെ മുകളിലോട്ട് വെക്കുക. ദെൻ ഓൾറെഡി 3 ബീഡ്സ് അവിടെ ഉണ്ട്, അത് കൗണ്ട് ചെയ്തിട്ട് ബാക്കി ആവശ്യമുള്ള ബീഡ്സും കൂടെ കുഞ്ഞിനെ കൊണ്ട് എടുത്തിട്ട് വെപ്പിക്കാം. ഇവിടെ കണ്ടോ, യെല്ലോ കളറാണ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ കാർഡ് മൾട്ടിപ്ലിക്കേഷൻ കാർഡ് വന്നിട്ടുള്ളത്. കിറ്റിൽസ് വെച്ചത് കണ്ടില്ലേ, 4 നാലാമത്തെ നമ്പറാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 4 into 3 ആകുമ്പോൾ 4ന്റെ മുകളിലോട്ട് കിറ്റിൽസ് വെക്കുക, 3 ബീഡ്സ് 4ന്റെ താഴെയായിട്ട് പ്ലേസ് ചെയ്യുക. എന്നിട്ട് കൗണ്ട് ഇറ്റ് ടുഗദർ, ഒരുമിച്ച് കൗണ്ട് ചെയ്യാൻ പറയുക. അത് റെക്കോർഡ് ചെയ്യിക്കുക. ഇത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക. ദെൻ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൃത്യമായിട്ട് കോൺക്രീറ്റ് ഫോമിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ, ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് ഇനി അബ്സ്ട്രാക്റ്റ് ആണ്. ഫുള്ളി അബ്സ്ട്രാക്റ്റ്. അബ്സ്ട്രാക്റ്റ് എന്ന് വെച്ചാൽ വെറും എഴുത്ത് മാത്രമേ ഉള്ളൂ. ഈ എഴുത്ത് എന്നുള്ളത് നമുക്ക് സ്റ്റാമ്പ് ഗെയിം ആദ്യം നമ്മൾ ചെയ്തില്ലായിരുന്നോ, ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് ഡെസിമൽ സിസ്റ്റം ഓപ്പറേഷൻസ്. അതേ പാറ്റേൺ തന്നെയാണ് 1000, 100, 10, 11. ഇവിടെ നമ്മൾ 2346 ആഡ് 1432 ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, 2 സംഖ്യകളും എടുത്ത് വെക്കണം. 2346 1432. ഇങ്ങനെ ഒത്തിരി സംഖ്യകൾ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് ആ സംഖ്യ നമ്മൾ മാറ്റിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇവിടെ പ്ലേസ് ചെയ്ത് കണ്ടല്ലോ. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാണ്. രണ്ടും നമ്മൾ ആഡ് ചെയ്തു. ഈ ഒരു ക്വസ്റ്റ്യനിലുണ്ടോ 2000 വൺസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 6 ആഡ് 2 8 ആണല്ലോ. 2 4 6 8. Then 4 10 add 3 10 70 അല്ലേ. 40 add 30 70 ആണല്ലോ. നെക്സ്റ്റ് വരുന്നത് 300 ആൻഡ് 400, അതും 700 ആണ്. ഇവിടെ 700 ആണ്. ഇനി 2000 ആഡ് 1000 3
1000 കുഞ്ഞു പിന്നെ റെക്കോർഡ് ചെയ്യും. ഈ ഒരു കാർഡ് നേരത്തെ കളർഫുൾ ആയിട്ട് തന്ന കാർഡിനേക്കാളും വ്യത്യസ്തമാണ്. ഒരു A4ന്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ പേരാണ് ഇൻഡിവിജ്വൽ സം കാർഡ്. നേരത്തെ നമ്മൾ പറഞ്ഞ ആക്ടിവിറ്റിയുടെ കാർഡിന്റെ പേരാണ് നമുക്ക് ബോർഡ് ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സം കാർഡാണ്. അതിന്റെ മുമ്പ് നമ്മൾ ഷോർട്ട് പീരീഡ് വെച്ചിട്ട് ആക്ടിവിറ്റി, അതുപോലെ സ്മോൾ നമ്പർ കാർഡ്സ് വെച്ചിട്ട് ആക്ടിവിറ്റി പറഞ്ഞപ്പോഴും സീരീസ് കാർഡാണ് പറഞ്ഞിട്ടുള്ളത്. സീരീസ് കാർഡ്, ടേബിൾ സം കാർഡ്, ദെൻ ഇൻഡിവിജ്വൽ സം കാർഡ്. ഇൻഡിവിജ്വൽ സം കാർഡാണ് ഇത്. നമ്പർ എഴുതി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ഇതിന്റെ ഒരു കളർ പാറ്റേൺ കണ്ടില്ലേ? 1000 വൺസും ഗ്രീന്, 100 റെഡ്, ദെൻ 10s ബ്ലൂ, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി ആഡ് ചെയ്തിട്ട് ആൻസർ റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്ത ആൻസർ കറക്റ്റ് ആണെന്നുള്ളത് കൺട്രോൾ കാർഡും വയ്ക്കണം. ഇവിടെ കുഞ്ഞെഴുതിയ ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത് കൺട്രോൾ കാർഡ് വെച്ചിട്ട് ചെക്ക് ചെയ്യാണ്. 3778. അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം, കൺഗ്രാറ്റ്സ് പറയാം. ഇനി വരുന്നത് നേരത്തെ വിത്തൗട്ട് ആണ്, ചേഞ്ച് ചെയ്യാനില്ലാത്ത. ഇത് ചേഞ്ച് ചെയ്യുന്നതാണ്. നമ്മൾ വൺസ് 10നേക്കാളും കൂടുക, 10s 10നേക്കാളും കൂടുക, 100 10നേക്കാളും കൂടുക. ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ തൊട്ടടുത്ത സംഖ്യയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളതാണ് ബൗള്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. 6 add 5. 6 add 5 വരുമ്പോൾ നമുക്ക് 1 എന്നൊരു സംഖ്യ അവിടെ ഏറെ വരും. അതായത് 11, 10, then പിന്നെ 11. അപ്പൊ ഈ 10 വൺസിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 10 ആയിട്ട് നമ്മൾ മാറ്റിയിട്ട് 10ന്റെ മുകളിൽ വെക്കുക. അവിടെ കണ്ടോ? നമ്മൾ 10 മുകളിൽ വെക്കുക. കാരണം മുകളിൽ വെക്കുന്നതിന്റെ കൺസെപ്റ്റ് അത് നമ്മൾ ചേഞ്ച് ചെയ്തതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആഡ് ചെയ്യുക. വൺസ് 10ന്റെ കൂടെ ഉണ്ടെങ്കിൽ 10s ആക്കുക, 10s 10ന്റെ കൂടെ ഉണ്ടെങ്കിൽ 100 ആക്കുക, 100 10ന്റെ കൂടെ 100 10s വരുമ്പോൾ 1000 ആക്കിയിട്ട് ചേഞ്ച് ചെയ്യുക. ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് എന്താ കിട്ടിയത്? 6941 എന്നുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് കൺട്രോൾ കാർഡ് വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക. എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് കുഞ്ഞുങ്ങൾക്ക് ഇതിൽ പ്രയാസം വരികയാണ്, UKG ലാസ്റ്റാണ് നമ്മൾ മിക്കവാറും സ്റ്റാമ്പ് ഗെയിം കൊടുക്കാറുള്ളത്. എന്തെങ്കിലും പ്രോബ്ലംസ് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുണ്ടെങ്കിൽ ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് തന്നെ വീണ്ടും ചെയ്യിക്കുക കേട്ടോ. ഇനി സബ്ട്രാക്ഷൻ ആണ്. സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ഒരൊറ്റ സംഖ്യ മതി. നമ്മൾ കഴിയുന്നതും ഒറ്റ സംഖ്യ യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫസ്റ്റിൽ ആ സംഖ്യ മാത്രം നമ്മൾ പ്ലേസ് ചെയ്താൽ മതി. കാരണം അതിൽ നിന്നാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. നമുക്ക് 5846 എന്നാണ് എന്തിനെ കുറയ്ക്കേണ്ടത്? 3432നെ കുറയ്ക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ 3432നെയാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത്. നമ്മളെ വലിയ സംഖ്യ എത്രയായിരുന്നു? 5846. അതിന് നമ്മൾ 3432 എന്നുള്ള സംഖ്യയെ
സബ്ട്രാക്ട് ചെയ്യാണ്. ആൻസർ എന്താവുന്നത് 2400 ആൻഡ് 14 അല്ലേ? ഒരു 10 ആണുള്ളത്. അപ്പോൾ 14 എന്നുള്ള സംഖ്യയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ആൻസർ റെക്കോർഡ് ചെയ്യാം. അതിൻ്റെ കൺട്രോൾ കാർഡാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. കമഴ്ത്തിയാണ് വെക്കുക. ആൻസർ എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ കുട്ടികൾക്ക് അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇനി വരുന്നത് സബ്ട്രാക്ഷൻ വിത്ത് ചേഞ്ചിങ് ആണ്. വിത്ത് ചേഞ്ചിങ് വരുന്നത് എങ്ങനെയാണ്? നമ്മൾ അടിയിൽ ചെറിയ സംഖ്യയും മുകളിൽ വലിയ സംഖ്യയും വരുമ്പോഴാണ്. കാരണം നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ക്വസ്റ്റ്യനിൽ 8242 നിന്നും 2564 ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പം 2 നിന്നും 4 കിട്ടുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ബോറോ ചെയ്യണം, കടമെടുക്കണം. ആ കടം എടുത്തതാണ് ഇവിടെ കാണിക്കുന്നത്. കടമെടുത്ത് നമ്മൾ ഓരോ സംഖ്യയെയും നമ്മൾ കൺവേർട്ട് ചെയ്യും. 10 വൺസിന് ആദ്യം 10 എന്നുള്ള 10 എന്നുള്ള സ്ക്വയർ എടുത്തിട്ട് 10 വൺസ് ആക്കും. കടം ചോദിക്കില്ലേ? ഇവിടെ എനിക്ക് പോരായ്മയുണ്ട്, അതുകൊണ്ട് എനിക്കത് ബാലൻസ് കൊടുക്കാൻ കുറച്ച് പൈസ വേണം. അതുകൊണ്ട് എനിക്ക് 10ൽ നിന്ന് കടം താന്ന് പറയുമ്പോൾ 10നെയാണ് 1 ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. 10 എടുത്തിട്ട് 1 ആക്കിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. ഇങ്ങനെ തികയാത്ത ഓരോ സംഖ്യയെയും നമ്മൾ അടുത്ത സംഖ്യയിൽ നിന്ന് കടമെടുത്ത് അതേ സംഖ്യയായിട്ട് കൺവേർട്ട്. ഇപ്പം 10നെ നമ്മൾ വൺസ് ആക്കി. ഇനി ടെൻസ് ആണ് നമുക്ക് 10 എന്നുള്ള കുറവ് വന്നത്. ഇപ്പം 6 ടെൻസ് ആണ്. പക്ഷെ അതിൽ നമുക്ക് എന്ത് വേണം? 4 ടെൻസിൽ നിന്ന് 6 ടെൻസ് ആണ് കൊടുക്കേണ്ടത്. പക്ഷെ 4 ടെൻസ് ഇപ്പം അവിടെ ഉണ്ടോ? ഇല്ല. നമ്മൾ 4 ടെൻസിൽ നിന്ന് ഒരു 10നെ നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ കടം വാങ്ങി. ഇപ്പം നമുക്ക് അവിടെ 3 ടെൻസ് ആണുള്ളത്. 3 ടെൻസിൽ നിന്നും 6 ടെൻസ് പോവില്ല. അതുകൊണ്ട് നമ്മൾ 100ൽ നിന്നും കടമെടുക്കും. ഒരു 100ന് നമ്മൾ എന്ത് ചെയ്യും? 10 ടെൻസ് ആയിട്ട് മാറ്റും. എന്നിട്ട് നമ്മൾ 6 10നെ കൊടുക്കും. ബാക്കി നമ്മൾ എടുക്കുക. അപ്പോൾ അവിടെ കൃത്യമായിട്ട് ആൻസർ എഴുതുക. ഇവിടെ കണ്ടില്ലേ? ആൻസർ വന്നത് എത്രയാ? 5678. 5678 ആൻസർ കണ്ടില്ലേ? ഇനി വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ സെയിം സംഖ്യകളാണ്, ഒരേ സംഖ്യയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 3234 into 2 ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. 3234 into 2 എല്ലാം സെയിം സംഖ്യയാണ്. അതിലിപ്പോൾ നമ്മൾ 4 5 6 ഒക്കെ ആണെങ്കിൽ ഈ സെയിം സംഖ്യ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സെയിം ഒരേ വേർഷൻ ആണ്. ലാസ്റ്റിലേക്ക് ആഡ് ചെയ്യുക ചെയ്യുന്നത്. നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത് 6468. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് ചേഞ്ചിങ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ വിത്ത് ചേഞ്ചിങ് പറഞ്ഞാൽ നമുക്ക് 4 into 4 8. 8 എഴുതാം. ദെൻ 5 into 5 എത്രയാ? 5 ടെൻസ് ഉണ്ട്. അതുപോലെ വീണ്ടും 5 ടെൻസ്, 5 അല്ലല്ലോ 7 ടെൻസ് ഉണ്ട്. 7 ടെൻസും 7 ടെൻസും വീണ്ടും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എത്രയായി? 140. അപ്പോൾ 100ന് നമ്മൾ എന്ത് ചെയ്യണം? 100ലോട്ട് കൊടുക്കണം. വൺസിന് നമ്മൾ
ടെൻസിനെ വൺസ് ആക്കിയതുപോലെ ടെൻസിനെ നമ്മൾ 100 ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ 600 എന്നുള്ളത് 700 വരും. ദെൻ 8000 എന്നുള്ളത് 4000 എന്നുള്ളത് 8000 ആയിട്ട് കൺവേർട്ട് ആവും. നമ്മൾ നേരത്തെ ബോറോ ചെയ്തത് ബൗളിലേക്ക് എടുക്കുകയാണ് ഈ ഫോട്ടോ കേട്ടോ. ആൻസർ റെക്കോർഡ് ചെയ്യാം. ഡിവിഷൻ വിത്തൗട്ട് ചേഞ്ച്. വിത്തൗട്ട് ചേഞ്ചിങ് വളരെ ഈസിയാണ്. കാരണം നമുക്ക് 6428 അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാണ് രണ്ടായിട്ട്. 8428 ഇതിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഡിവൈഡ് ചെയ്യുമ്പോൾ 2 പേർക്കായിട്ടാണ് വീതിച്ച് കൊടുക്കുന്നത്. ഇത് കൃത്യമായിട്ട് നമ്മൾ വീതിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ 10,000. ഇവിടെ ഡിവിഷൻ നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ഷോർട്ട് പീരീഡ് ആണെങ്കിലും ലീനിയർ കൗണ്ടിങ് ആണെങ്കിലും ഒക്കെ നമ്മൾ എവിടുന്ന സ്റ്റാർട്ട് ചെയ്തിരുന്നത്? അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ നമുക്ക് വൺസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പക്ഷെ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1000 നിന്നാണ്. 1000 സ്റ്റാർട്ട് ചെയ്യണം. 1000 ആണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 1000 എത്രയാണ്? 6000 ഉണ്ട്. 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 400 ഉണ്ട്. 200 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദെൻ 2 10s ഉണ്ട്. ഒരു 1 10 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് 8 ones ഉണ്ട്. 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. വേണ്ടില്ലേ? 3240. ഇത് വിത്തൗട്ട് ചേഞ്ചിങ് ആണ്. ഇനി വിത്ത് ചേഞ്ചിങ് വരുമ്പോൾ ഇവിടെ നമുക്ക് 8576 ആണ് നമ്പേഴ്സ് എടുത്തിട്ടുള്ളത്. അതിന് കൃത്യമായിട്ട് 8000 ആദ്യം നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ദെൻ 500 ആണ്. ഈ 500 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 പേർക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് റിമൈൻഡർ വരിക? ഒരു 500 അവിടെ റിമൈൻഡർ വരില്ലേ? ഒരു 100 അവിടെ റിമൈൻഡർ വരും. അപ്പൊ നമുക്ക് 700 ആണ്. 700നെ 2 പേർക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 300 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. 300 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഒരു 100 നമുക്ക് അവിടെ ബാലൻസ് വന്നിട്ടുണ്ട്. ആ ഒരു 100 നമ്മൾ എന്തായിട്ട് മാറ്റണം? എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ആ 100നെ 10s ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഇവിടെ കണ്ടോ? 10s ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ 10സും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത സംഖ്യ വെക്കുന്നത്. അപ്പോൾ 10 10s ഓൾറെഡി നമുക്ക് 10 ആയിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യാണ്? കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു സംഖ്യയെ നമ്മൾ 10 എന്നുള്ള കൺസെപ്റ്റ് ഇവിടുന്നാണ് ഡിവൈഡ് ചെയ്ത് വരുന്നത്. 1000ന്റെ അവിടുന്ന്, വൺസിന്റെ അവിടെ നിന്നല്ല. അവിടെ നമ്മൾ 10സിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് ആൻസർ എത്ര കിട്ടിയത്? നമുക്ക് 4288. ഇങ്ങനെ മുകളിലത്തെ ഭാഗം എടുത്തു പോയതാട്ടോ. ആൻസർ എഴുതിയപ്പോഴേക്കും എടുത്തു പോയത്. ദെൻ ഡിവിഷൻ വിത്ത് ചേഞ്ചിങ് ആൻഡ് റിമൈൻഡർ. ഒരു റിമൈൻഡർ വരുന്ന രീതിയിൽ നമ്മൾ എപ്പോഴും ഡിവിഷൻ ചെയ്യാറുണ്ട്. 1 എന്നുള്ള ശിഷ്ടം വരുന്ന രീതിയിൽ. ആദ്യം നമ്മൾ 1000നെ ഡിവൈഡ് ചെയ്തു രണ്ടായിട്ട്. 7000 ആണ്. അപ്പോൾ 9000ന് നമ്മൾ 4000 വെച്ചിട്ട് 2 പേർക്ക് കൊടുത്തു. ബാക്കി എത്രയുണ്ട്? ഒരു 1000 ഉണ്ട്. ആ 1000നെ എന്താക്കണം? 100 ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് 100നെ നമ്മൾ 2 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ദെൻ 10സിനെയും
ഡിവൈഡ് ചെയ്യുക, വൺസിനെയും ഡിവൈഡ് ചെയ്യുക. ഓരോന്നും നമുക്ക് കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ബാലൻസ് ലാസ്റ്റ് എന്ത് സംഭവിച്ചു? 7 ആണ് വൺസ് വന്നിട്ടുള്ളത്. ഈ 7 എന്നുള്ളതിന് രണ്ടുപേർക്കും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്? ഈ 7ൽ 1 റിമൈൻഡർ വരുന്നുണ്ട്. റിമൈൻഡർ ഈസ് 1. ഈ ഒരു സ്റ്റാമ്പ് ഗെയിം ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഫോട്ടോ വിട്ടു തരുന്നില്ല, കാരണം ഇത് നമുക്ക് UKG വരുന്നില്ല, സ്റ്റാൻഡേർഡിലാണ് സ്റ്റാമ്പ് ഗെയിം വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഫയലിൽ പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് മാത്രം. അബ്സ്ട്രാക്ട് മെറ്റീരിയൽസ് ആണ്. കംപ്ലീറ്റ് അബ്സ്ട്രാക്ട് വാട്ട് ഈസ് എ കംപ്ലീറ്റ് അബ്സ്ട്രാക്ട് മെറ്റീരിയൽ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാമ്പ് ഗെയിം ആണ് എഴുതേണ്ടത്. കാരണം കോൺക്രീറ്റ് ഫോമിൽ നിന്ന് മാറിയിട്ട് നമ്മൾ നമ്പേഴ്സ് ഇട്ട ക്യൂബ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് മോൺസറി ആൽബത്തിൽ ഈ ഒരു പാറ്റേൺ, ഐ മീൻ സ്റ്റാമ്പ് ഗെയിമിന്റെ ഫോട്ടോസ് നിങ്ങൾക്ക് വേണ്ട ആവശ്യമില്ല. കാരണം അത് ഹയർ സ്റ്റഡീസിന് മാത്രം, അതായത് 1 to 4 വരെയുള്ള കുട്ടികൾക്കാണ് നമ്മളിത് കൃത്യമായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? മാം ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയൂ. ഏത്? വാട്ട് ഈസ് കംപ്ലീറ്റ് അബ്സ്ട്രാക്ട് മെറ്റീരിയൽ. വാട്ട് ഇസ് എ കംപ്ലീറ്റ് അബ്സ്ട്രാക്ട് മെറ്റീരിയൽ? അബ്സ്ട്രാക്ട് മെറ്റീരിയൽ, അബ്സ്ട്രാക്ടറിന്റെ എഴുത്ത് ഫുള്ളായിട്ട് എഴുതുന്ന ഒരു മെറ്റീരിയൽ ഏതാന്ന് ചോദിച്ച സ്റ്റാമ്പ് ഗെയിം ആണ് കേട്ടോ. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലാണ്ട് ലേറ്റ് ഗെയിമിന്റെ മാം ആയിട്ട് ഒന്ന് വീഡിയോ ഇടണേ. സ്നേക്ക് ഗെയിമിന്റെ ഞാൻ വീഡിയോ ഇടാം. ഇനി ഇൻ കേസ് ഞാൻ വിട്ടിട്ടില്ലെങ്കിൽ ഒരു 11 and 11:30 ഇടയിൽ എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്താൽ മതി. ഓക്കെ. ഞാൻ ആ സമയത്ത് ക്ലാസ്സിലുണ്ടായിരിക്കും. ഉച്ചയ്ക്ക് എന്തായാലും ഫോൺ എടുത്ത് നോക്കുമ്പോൾ കാണുമല്ലോ. ഓക്കെ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, മറന്നു പോകുന്ന കരുതിയിട്ടാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ മാം, ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു മാം. Okay, ma'am.